നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം എത്രത്തോളം ഇൻഎഫിഷ്യൻ്റ് ആയിട്ടാണ്, എത്രത്തോളം കഴിവില്ലാത്തവരാണ് എന്നുള്ളതിൻ്റെ പ്രമുഖമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചർച്ച. അത് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ കനത്ത പോളിംഗ് ആണെന്നും ജനങ്ങളൊക്കെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്നും അത് ഈ ഗവൺമെൻറ്റിനെ മാറ്റാനാണെന്നുമുള്ള ഒരു നരേഷൻ ബിൽഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് ഉച്ചവരെ കൊണ്ട് തന്നെ 40-50% പോളിങ്ങുകൾ നടന്നപ്പോൾ അതിനുശേഷം യഥാർത്ഥത്തിൽ വൈകുന്നേരമായപ്പോഴേക്കും ചർച്ചക്കാരുടെയൊക്കെ ബഹളം കൂടാൻ തുടങ്ങി. അവരേതാണ്ട് UDF വിജയം പ്രഖ്യാപിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ പോളിംഗ് പെർസെൻറ്റേജാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഒരു പ്രേക്ഷകൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് അയക്കുന്നത് കേട്ടപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം കുറച്ചുകൂടി ശുദ്ധനായതുകൊണ്ട് അത് വായിച്ചു. അതിലേക്ക് വലിയ സന്തോഷം. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എടോ മരപ്പൊട്ട, നിങ്ങൾ എന്ത് പൊട്ടന്മാരാണ്. കാരണം SIR മൂലം എത്ര വോട്ടുകൾ ഓരോ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് ഉയരാനുള്ള സാധ്യതയില്ലേ? നിങ്ങൾ അത്തരത്തിലുള്ള കണക്കൊന്നും പറയാതെ വെറുതെ ഇരുന്ന് വാചകം അടിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഫൈനലായിട്ടുള്ള കണക്കുകൾ ഞാനിത് പറയുന്നത് വരെ വന്നിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ പെർസെൻറ്റേജ് വെച്ചുകൊണ്ടുള്ള ഒരു കാര്യവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക വയ്യ. കാരണം പെർസെൻറ്റേജ് ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭയിലേക്കോ വോട്ട് ചെയ്തുള്ള ആളുകളുടെ അത്രയും ആളുകൾ വോട്ട് ചെയ്താൽ പോലും ഇതിൽ പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും കാണിക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് 9 ലക്ഷം വോട്ടുകൾ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെടുകയും പിന്നീട് 2 ലക്ഷത്തോളം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7 ലക്ഷത്തോളം വോട്ടുകൾ കേരളത്തിൽ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികമായി നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 15,19,485 പേരുടെ വോട്ടുകൾ അവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പെർസെൻറ്റേജ് കൂടുമെന്ന് മനസ്സിലാക്കാൻ ഒരു സാമാന്യ യുക്തി മതി. എന്ന് പറഞ്ഞാൽ 100 വോട്ടുകളുണ്ട്, അതിൽ നിന്ന് 10 വോട്ടുകൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു. പിന്നെ 90 ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 100 തവണ വോട്ട് ചെയ്തപ്പോൾ 70 പേര് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ അത് 70%. പക്ഷേ 90 പേരുടെ വോട്ടർ പട്ടിക 90 അല്ലെങ്കിൽ 85 ആയി ചുരുക്കിയതിന് ശേഷം 70 പേര് തന്നെ വോട്ട് ചെയ്താൽ അത് ഉറപ്പായിട്ടും വലിയ പെർസെൻറ്റേജിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് 70% അല്ല, 75% മുകളിലേക്ക് എത്തും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാമാന്യ ലോജിക്ക് പോലും നോക്കാതെ ഇത്തരത്തിൽ മണ്ടത്തരം എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ളത് പറയാതെ വയ്യ. ഇതിൻ്റെ അർത്ഥം UDF ജയിക്കില്ല എന്നോ LDF ജയിക്കുമെന്നോ ഒന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതകളുടെ അടിസ്ഥാനമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് ചില കണക്കുകൾ പറയാം. 2024 ലോക്സഭയിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ വോട്ടേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2,77,49,158 അതേസമയം ഇപ്പോഴുള്ള വോട്ടേഴ്സ് എന്ന് പറയുന്നത് 2,71,42,952. അപ്പം തന്നെ നമുക്കറിയാം ഏതാണ്ട് ഈ പറയുന്ന പോലെ ഒരു 6,10,000-ഓളം വരുന്ന 6,07,000-ഓളം വരുന്ന വോട്ടുകളുടെ കുറവ് ഈ കഴിഞ്ഞ ലോക്സഭയുമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി അതുകൂടാതെ നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് 2025 നടന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ള കണക്കെന്ന് പറയുന്നത് 2,86,05,525 എന്ന് പറഞ്ഞാൽ 74.25% ആളുകളാണ് അതിൽ വോട്ട് ചെയ്തത്. ആ ശതമാനം നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത്തവണ ഉള്ള വോട്ടെന്ന് പറയുന്നത് അതിനേക്കാൾ 15,19,000-ഓളം വോട്ടുകൾ കുറഞ്ഞ് 2,71,00,000 ആ 2,71,00,000 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജുകൾ ഉയരുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാകണം. ഞാൻ അടുത്ത കണക്കൂടി പറയാം. 2021 നിയമസഭയിലേക്ക് വോട്ട് ചെയ്തത് 2,08,33,000-ഓളം പേരാണ്. 2024 ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തത് 1,99,80,436 നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി 2 കോടിയിൽ നിന്ന് എടുക്കാം. അതായത് ആദ്യത്തെ 2021 2,08,00,000 ലോക്സഭ 2024 ഏതാണ്ട് 2 കോടി ആളുകളുമാണ് വോട്ട് ചെയ്തത്. അതേസമയം 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്തത് 2,12,39,125 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തൊട്ടു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ 12,39,000 വോട്ടുകൾ കൂടുതലാണെന്ന് നമുക്ക് കാണാം. 2021 നിയമസഭയിലേക്ക് വോട്ട് പോൾ ചെയ്തവരുടെ നമ്പറുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത്തവണ 4 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ 4,06,000-ഓളം വോട്ടുകൾ കൂടുതലാണ് എന്നുള്ളത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളുടെ ഒരു 4-5 ലക്ഷം വോട്ടുകളുടെ ഒരു സാധാരണ വർധന തന്നെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു സാധാരണ വർധന ഉണ്ടായി ഇത്തവണ 2,17,14,361 പേര് വോട്ട് ചെയ്താൽ നിങ്ങൾ അറിയേണ്ടത് കൃത്യം അത് 80% ആകും എന്നുള്ളതാണ് ചുരുക്കം. അപ്പോഴും
വോട്ട് ചെയ്യുന്നവരുടെ നമ്പറിൽ കേവലം 5% വർധനവ് 5 ലക്ഷത്തിൻ്റെ വർധനവ് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് ചുരുക്കം. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഇപ്പോഴത്തെ ടോട്ടൽ വോട്ടുകളുടെ നമ്പർ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെ വെറും വിദണ്ഡവാദങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിലും ഈ 2,271,42,042 വരുന്ന ഈ വോട്ടർ പട്ടികയിൽ 1,32,00,000 വരുന്ന 32,20,000 മെയിൽസും ആണുങ്ങളും അതുപോലെ ഫീമെയിൽസ് 1,39,21,000 എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്കറിയാം 7 ലക്ഷത്തോളം വരുന്ന വോട്ടുകളുടെ കൂടുതൽ ആർക്ക്? സ്ത്രീകൾക്കുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അത് നൽകുന്ന സൂചനകൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തവണ ഗവൺമെൻറ് നമുക്കറിയാം 62 ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഗവൺമെൻറ് വളരെ ബുദ്ധിപരമായി ഈ ഏപ്രിൽ മാസത്തെയും കൂടി അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ 16 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് പുതിയതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള 1000 രൂപയുടെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 32 ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ വോട്ട് ചെയ്യുമോ എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത് ബീഹാറിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് നമുക്കറിയാം. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ഇതാ NDA ഗവൺമെൻറ് നിലമ്പുത്താൻ പോകുന്നു, നിതീഷ് കുമാർ രാജിവെച്ച് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 4/3 ഭൂരിപക്ഷത്തോടുകൂടിയാണ് അവർ അധികാരത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ 1980-കൾക്ക് മുമ്പ് ആളുകൾക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളും സാധാരണക്കാരും വെയിൽ കൊള്ളാൻ തയ്യാറായിട്ടുള്ളവരൊക്കെയാണ് CPM വോട്ട് ചെയ്യുന്നത്. പണക്കാരും സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്നു. പക്ഷേ അവർ ഹാർഡ് കോർ ഈ പറയുന്ന പോലെ കേഡേഴ്സ് ഒന്നുമല്ല. അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടിയൊന്നും വോട്ട് ചെയ്യില്ല. മഴ പെയ്താലോ വെയിലുണ്ടെങ്കിലോ ഒക്കെ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയാൽ എപ്പോഴും സംഭവിക്കുക അത് LDFന് അനുകൂലവും, പോളിംഗ് പെർസെൻറ്റ് കൂടിയാൽ UDFന് അനുകൂലവും, കുറഞ്ഞാൽ അത് LDFന് അനുകൂലവുമാണെന്നാണ്. ആ കാലഘട്ടമൊക്കെ 1980-കൾക്ക് മുമ്പാണ്. 80-കൾക്ക് ശേഷം നിങ്ങൾ അറിയേണ്ടത് 87-ൽ പോളിംഗ് പെർസെൻറ്റേജ് വലിയ തോതിൽ കൂടി. പക്ഷേ ആ കൂടിയതിന് ശേഷം എറണാകുളത്തും അതുപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ വലിയ തിരിച്ചടിയാണ് UDFന് നേരിട്ടത്. LDFന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഫൈനൽ കണക്കുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഏതാനും ചില കണക്കുകളിലേക്കൊന്ന് വരാം. ആ കണക്കുകൾ കൂടി കേട്ടാൽ നിങ്ങൾക്ക് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇതിൽ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പ്രോപ്പർ കണക്കുകൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ വന്നിട്ടില്ല. ഇപ്പോൾ തപാൽ വോട്ടുകൾ 1,01,10,000 തപാൽ വോട്ടുകളുണ്ട്. ആവശ്യ സെൻട്രൽ വോട്ടുകൾ 2,26,000 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3,36,000 വോട്ടുകൾ ഇനിയും കൂട്ടാനുണ്ട്. ഫൈനൽ കണക്കുകൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിലും ഈയിടെയായിട്ട് കണക്കുകളൊക്കെ വളരെ വൈകിയാണ് വിടുന്നത്. പെർസെൻറ്റേജ് വിടും, കാരണം അതിൻ്റെ മേലെ പുറത്തൊന്നും ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്ത വോട്ടുകളുടെ നമ്പർ അറിഞ്ഞിട്ട് മാത്രമേ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വാദം. ഇനി ഇതിൽ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച്, എൻ്റെ സുഹൃത്ത് അയച്ചു തന്ന കണക്കുകൾ അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ വർക്കലയിൽ ഇതിൽ ഫൈനലി ഇനിയും ചേഞ്ചുകൾ വരാം. പക്ഷേ എന്നാൽ ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരമുള്ള ചർച്ചയാണ് ഞാൻ പറയുന്നത്. 2021 ടോട്ടൽ എലക്ടേഴ്സ്, അതായത് വോട്ടേഴ്സ് പട്ടികയിൽ പേരുള്ളവർ 1,87,948 അന്ന് 2021 പോൾ ചെയ്തവർ 1,35,229 എന്ന് പറഞ്ഞാൽ 71.95. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, 72% ഏകദേശം, അതായത് പോൾ ചെയ്തേക്കണം. അതേസമയം നിങ്ങളൊന്ന് ആലോചിക്കണം, 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വർക്കലയിൽ തന്നെയുള്ള വോട്ടേഴ്സിൻ്റെ നമ്പർ അതൊരു 4,000-ഓളം കുറഞ്ഞിട്ടുണ്ട്. കാരണം 1,83,280 അവിടെ വോട്ട് ചെയ്തവരുടെ നമ്പർ എന്ന് പറയുന്നത് 1,35,554 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, 1,35,229 554 തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 300-320 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, കൂടുതലുണ്ടായിട്ടുള്ളൂ. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ 2% കൂടി 73.96. അതായത് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയെങ്കിൽ പോലും അവിടെ വോട്ട് ചെയ്ത ആളുകൾ കേവലം 300-ലധികം ആളുകൾ മാത്രമേ കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫൈനൽ ലിസ്റ്റ് ഇനിയും വരാനുണ്ട്, കണക്കുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന അടുത്തൊരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. അത് ട്രിവാൻഡ്രം സെൻട്രലാണ്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന മണ്ഡലമാണ്. CP ജോണൊക്കെ മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുപോലെ കരമന ജയനും കരമന ജനാർദ്ദനൻ നായരുടെ മകൻ സിനിമാ നടനുമൊക്കെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 2021 ടോട്ടൽ വോട്ടുകൾ എന്ന് പറയുന്നത് 2,03,00,000.
ആ 2,03,00,000 ഇപ്പോൾ അവിടെ പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് 2,03,000 അതിൽ ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് 1,28,000 എന്ന് പറഞ്ഞാൽ 2021 അവിടുത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 62.99. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പോൾ ചെയ്ത വോട്ടുകൾ 1,28,000 62.99 പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതേസമയം നിങ്ങൾ അറിയേണ്ടത് 2021 വരുമ്പോൾ അവിടെ പോൾ ചെയ്തേക്കണവരുടെ പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് കേവലം 1,18,734 എന്ന് പറഞ്ഞാൽ 10,000-ഓളം വോട്ടുകളുടെ കുറവുണ്ട്. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജ് 74.89. എന്താ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് 62.99 63-ൽ നിന്ന് 74.89 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 13% എന്ത് ചെയ്തു കൂടി എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ അത്തരത്തിൽ 11% കൂടി. എന്തുകൊണ്ടാണ് 11-12% കൂടിയെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ടോട്ടൽ വോട്ടുകൾ 2,03,000 ഉണ്ടായിരുന്നതിന് പകരം ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ 1,58,000 ഉള്ളൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 45,000-ഓളം വരുന്ന വോട്ടുകളിൽ കുറവുണ്ടായി എന്ന് ചുരുക്കം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജിലുണ്ടാവാം. ആ പെർസെൻറ്റേജുകൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാരണവശാലും ഒരു കണക്കിലേക്ക് എത്താൻ പറ്റില്ല. ഇനി അടുത്തൊരു മണ്ഡലം കൂടി ഞാൻ നിങ്ങളോട് പറയാം. വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ 2021 ടോട്ടൽ വോട്ടുകൾ 2,08,000. വോട്ട് ചെയ്തവർ 1,37,000. അത് 66% വോട്ടുകൾ എന്ന് പറയുന്നത്. അതേസമയം 2026 വരുമ്പോൾ അവിടുത്തെ വോട്ടുകളുടെ നമ്പറിൽ വലിയ കുറവുണ്ടായി. 1,65,000 മാത്രമേ ഉള്ളൂ വോട്ടുകളുടെ നമ്പർ. അപ്പോൾ അതായത് 35,000-ഓളം വരുന്ന വോട്ടുകൾ അവിടെ നിന്ന് കുറഞ്ഞു. അവിടെ പോൾ ചെയ്യപ്പെട്ടത് 1,27,000 മാത്രമേ ഉള്ളൂ. അതായത് കഴിഞ്ഞ തവണ അവിടെ പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല, പോൾ ചെയ്തിട്ടില്ല എന്ന് ചുരുക്കം. ആ 9,000-ഓളം വോട്ടുകൾ അവിടെ 10,000-ഓളം വോട്ടുകൾ കുറഞ്ഞപ്പോഴും പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 66%-ൽ നിന്ന് 76.92 എന്ന് പറഞ്ഞാൽ 10% കൂടി. അതായത് പെർസെൻറ്റേജ് കൂടിയിട്ട് കാര്യമില്ല, വോട്ട് ചെയ്ത ആളുകളുടെ നമ്പർ കുറവാണെന്ന് ചുരുക്കും. കാരണം ടോട്ടൽ വോട്ടർ പട്ടികയിൽ ആളുകളുടെ നമ്പർ വലിയ തോതിൽ കുറഞ്ഞതാണ്. ഇനി ഇത് തന്നെ കൊല്ലത്ത് സംഭവിച്ചിട്ടുണ്ട്. കൊല്ലത്ത് പത്തനാപുരത്ത് സംഭവിച്ചിട്ടുണ്ട്. 1% കൂടിയപ്പോഴും യഥാർത്ഥത്തിൽ അവിടെ കൂടിയ വോട്ടുകളുടെ നമ്പർ എന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന പോലെ 1000-ഓളം വരുന്ന നമ്പറുകളാണ് കൂടിയേക്കുന്നത്. ഇനി പറവൂരിൽ വി ഡി സതീശൻ്റെ അടുത്തും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 3% പോളിംഗ് കൂടിയപ്പോഴും അവിടെ കൂടിയിട്ടുള്ള 1000-ഓളം വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത്. ബേപ്പൂരിൽ 18,000 വോട്ടുകൾ കൂടി. പക്ഷേ 18,000 വോട്ടുകൾ കൂടിയപ്പോഴും കേവലം 4% മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. അത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. നമുക്ക് കണക്കൂട്ടാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 2,12,39,000 പേർ വോട്ട് ചെയ്തതിൽ നിന്ന് എത്രത്തോളം വോട്ടുകളുടെ വർധനവുണ്ടായി? ഒരു 10-15 ലക്ഷം വോട്ടുകൾ വർദ്ധിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഈ പോളിംഗ് പെർസെൻറ്റേജുകളുടെ പുറത്ത് വച്ചുകൊണ്ട് ഇവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് യാതൊരുവിധ കണക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന എല്ലാ വിലയിരുത്തലുകളും മഹാ അബദ്ധങ്ങളാണ്. യാതൊരുവിധ റിസർച്ചും ചെയ്യാതെ SIRൻ്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുമ്മാ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. SIR നടപ്പിലാക്കിയപ്പോൾ നിങ്ങൾ അറിയണം 95-ഓളം കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 95-ഓളം മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം 45-ഓളം മണ്ഡലങ്ങളിൽ മാത്രമാണ് ചെറിയ തോതിൽ വോട്ട് കൂടിയത്. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളെ സംബന്ധിച്ച് വിശദമായും സമഗ്രമായും പഠിക്കാതെ വെറുതെ തട്ടിപ്പൊളിക്കുന്ന ഡയലോഗുകൾക്ക് യാതൊരു കാര്യവുമില്ല. ഇതെല്ലാം വെറും മഹാ അബദ്ധങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്.